ഹലോ ഗായ്സ്, എല്ലാ മച്ചാൾക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫ്രീ ഫയർ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ഭയാനകമായ സീരീസിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. നിങ്ങളാരും പേടിക്കില്ല, ഞാൻ ചിലപ്പം പിടിച്ചെന്നിരിക്കും. ഇതുവല്ല ഇന്നാകുമോ ആവോ, ഞാൻ അരമണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ആയിട്ടുണ്ട്. നമ്മളെ കണ്ടോ, അടിയത്തെ സാധനം കണ്ടോ? കിടക്കാച്ചയല്ലേ. മൈൻക്രാഫ്റ്റ് ജാവയിൽ മാത്രമേ നമ്മളത് കണ്ടിട്ടുള്ളൂ. ഏതായാലും നമ്മുടെ ഇൻട്രോ തുടങ്ങിയേക്കാം. ആദ്യം സെറ്റിങ്സ്, പിന്നെ വീഡിയോസ്, പിന്നെ എവിടെയായിരുന്നു ഇത് നമുക്കൊന്ന് ഓഫാക്കി വെച്ചേക്കാം. ഇച്ചിരി സ്ക്രീൻ വലുതായിട്ട് എനിക്ക് കാണണം. ഇനി നമ്മൾ ഫസ്റ്റ് വേഴ്സൺ തേർഡ് വേഴ്സൺ ആക്കണം. ഇനി ബൈക്ക് അടിക്കണം. അപ്പോൾ ഹലോ ഗായ്സ്, എല്ലാം മച്ചർക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം അത്രേ ഉള്ളൂ. ഇനി ഓഫാക്കണമെങ്കിൽ പിന്നെ അതെല്ലാം ചെയ്യണമല്ലോ. അടുത്ത അരമണിക്കൂർ അങ്ങനെ പോയി കിട്ടും. അപ്പോൾ നമ്മുടെ തടി മുറിക്കൽ പരിപാടിയിലേക്ക് നമുക്ക് തുടങ്ങിയേക്കാം. ഒരു തടി കിട്ടിയിട്ടുണ്ട്. അതിനി നമുക്ക് പ്ലാങ്ക്സ് ആക്കിയതിന് ശേഷം നമുക്കത് ക്രാഫ്റ്റിംഗ് ടേബിൾ ആക്കാം. പിന്നെ നമുക്ക് വേണ്ട ടൂൾസ് ഉണ്ടാക്കിയേക്കാം. ഇനി ഈ ഏരിയയൊക്കെ നമുക്കൊന്ന് ചുറ്റിക്കളി നോക്കിയേക്കാം. അപ്പോൾ എല്ലാവരുടെ ശ്രദ്ധയ്ക്ക്, ഇത് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ഞാനല്ല, ഇത് ഫ്യൂച്ചറിലത്തെ ഞാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. ഈ വീഡിയോ എടുത്തത് ഞാൻ ജനുവരി 1-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്ത് കാണും, അത് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ പരിപാടികളെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇച്ചിരി വീറ്റൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വീടിൻ്റെ പരിപാടി തുടങ്ങിയേക്കാം. അല്ലെങ്കിൽ വൈകിട്ടാകുമ്പം ഓരോ സോംബികൾ വന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ചെപ്പക്കുറ്റിക്കിട്ടടിക്കും, നമ്മൾ ചാകും. പിന്നെ ഈ സീരീസ് ഇന്നും കൊണ്ട് തീർക്കേണ്ടി വരും. തൽക്കാലത്തേക്ക് നമുക്കൊരു ഗുഹ ഉണ്ടാക്കി വെക്കാം. ഇവിടെ ഗുഹ എങ്ങനെ തയ്യാറായിട്ടുണ്ട്, രാത്രിയാകാൻ തുടങ്ങിയിട്ടുണ്ട്. കിടക്കാൻ ബെഡും ഇല്ല നമ്മുടെ കയ്യിൽ. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. ഇച്ചിരി വൂൾ നമുക്ക് കളക്ട് ചെയ്തേക്കാം, അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ നല്ല പണി കിട്ടും. ഞാൻ ഇച്ചിരി വൂളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി റിസോഴ്സസ് ഉണ്ട്. നമുക്ക് ബെഡ് ഉണ്ടാക്കിയേക്കാം. ഇനി ബെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതെൻ്റെ ബെഡ്, നല്ല വെള്ള ബെഡ്. നമുക്ക് ബെഡ് ഉണ്ടാക്കി ഇനി ഇവിടെ വെച്ചേക്കാല്ലേ. ഇവിടെ ഇച്ചിരി വെക്കാൻ സ്ഥലമുണ്ട്. കിടന്നുറങ്ങിയേക്കാം. ഏതായാലും ഉറക്കം വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് സാപ്ലിങ്സ് ഉണ്ടായിരുന്നു, അത് ഇവിടെ നട്ടു വെച്ചേക്കാം. ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ബ്ലോക്സ് ഒക്കെ കളക്ട് ചെയ്ത് ഇച്ചിരി കൂടെ ഫുഡ് കളക്ട് ചെയ്യണം. നിങ്ങൾക്കറിയാലോ, എൻ്റെ വലിയ PC ഒന്നുമില്ല. എൻ്റെ കയ്യിലാകെയുള്ള ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഫോണാണ്. അതെപ്പം വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. താനും അത് കാരണം എഡിറ്റിങ്ങിലും ഇച്ചിരി ഞാൻ പറയുന്നതിലും പ്രശ്നങ്ങൾ കാണും. അതൊക്കെ ക്ഷമിക്കുക. കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതൊക്കെ പരിഹരിക്കാൻ നോക്കുന്നതാണ്. ഇവിടെ ഒരു പട്ടിക്കുട്ടീനെ കണ്ടിട്ടുണ്ട്. ക്യൂട്ടല്ലേ. നമ്മുടെ ഈ എല്ലില്ല കൊടുക്കാൻ. ഈ ഇറച്ചി കൊടുത്താൽ നമുക്ക് ടൈം ചെയ്യാൻ പറ്റൂ. നമ്മളങ്ങനെ മൈനിങ്ങിന് പോയിട്ടുണ്ട്. ഇച്ചിരി സ്ട്രിങ്സിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതോടൊപ്പം ഇച്ചിരി അയണം കിട്ടുമായിരിക്കുമല്ലോ. എങ്ങനെ? ഇവിടെ കെട്ടുകണക്കിന് അയണം കിടക്കുന്നുണ്ടല്ലോ. നമുക്ക് കിട്ടിയ അയണൊക്കെ നമ്മൾ ഫർണസ് വെച്ചിട്ടുണ്ട്. അതും കൊണ്ട് ഇച്ചിരി നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കിയേക്കാം തൽക്കാലത്തിന്. ഇച്ചിരി അപകടങ്ങൾ ഇടയ്ക്കായിട്ട് കൂടുതലാണ്. ഒന്നാമത് ഹാർഡ് കോർ മൂഡും കൂടെയാണ്. ചത്തു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. ഒരു ചെസ്റ്റ് പ്ലേറ്റും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഫുഡിൻ്റെ ഇച്ചിരി കുറവുള്ളതാണ്. ഇവിടെ ഒരു കൂടുണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് പശുവിനൊക്കെ ഇതിൻ്റെ അകത്തിടാം. അവിടെ ഇവിടെയൊക്കെ കുറച്ചൊന്ന് ഇങ്ങോട്ടോടെ അവിടെ വരുന്നുണ്ട്. അവനെയും കൂടെ കൊണ്ടുവരാം നമുക്ക്. ഇങ്ങോട്ടോടെ പുറകിലുണ്ടോ അവൻ? കിതയ്ക്കോ. എല്ലാവരും ലൈനായിട്ട് കിതയ്ക്കോ. ഒറ്റയ്ക്ക് വാ. ചെന്ന് നിങ്ങളുടെ എനിക്കിവിടെ വാതിൽ വെക്കാനുള്ളത് വെക്കാൻ സ്ഥലമുണ്ട്. ഇനി ഇതെടുത്ത് മറ്റേ സാധനമല്ലല്ലേ, ഞാൻ ഇനി എങ്ങനെ ഇറങ്ങുന്നത്? വൂളുണ്ടോ എന്ന് നോക്കാം. വൂളുണ്ട്. നമുക്കങ്ങനെ കാർപ്പറ്റ് ഉണ്ടാക്കിയേക്കാം. കാർപ്പറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചാടി ഇറങ്ങിയാൽ മതി. തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ കാർപ്പറ്റിൻ്റെ മണ്ടയിൽ കൂടെ ചാടാനും വയ്യല്ലോ. ഏതായാലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ സംഭാഷണത്തിൽ വല്ലതും കുഴപ്പമുണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്കിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പറയുമ്പോൾ എന്തോ ഒരു ഇതുപോലെയാണ്, ഒരു ത്വര. ഞാൻ കടലിൻ്റെ നടുക്ക് നോക്കിയത്തേക്ക് വേണ്ട ഒരു പട്ടി നിൽക്കുന്നു. ഏതായാലും നമുക്ക് സുരക്ഷാ പ്രവർത്തനം അല്ലേ, പ്രവർത്തനത്തിന് പോയേക്കാം. അവനെ രക്ഷിക്കാം നമുക്ക്. കയറിയിട്ടുണ്ട്. ബൈക്കിലുണ്ട്. ഇനി നമുക്ക് നേരെ പോയേക്കാം. ഏതായാലും താഴെ ഞാനൊരു സാധനം കണ്ടിട്ടുണ്ട് പോയപ്പോൾ. ഇതുണ്ടോ ഈ സാധനം? ഇതിൻ്റെ പേരെന്നാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ അകത്തൊരു ചെസ്റ്റ് ഉണ്ടെന്ന് ഏതായാലും എനിക്കറിയാം. ചെസ്റ്റ് ഒന്നും കണ്ടില്ല. ഇപ്പം ഞാൻ മിക്കവാറും മണ്ടയിലോട്ട് തന്നെ പോയേക്കാം, അതാണ് നല്ലത്. മണ്ടയിലോട്ട് പോടേ. ഇപ്പം എൻ്റെ പൊന്നെ, ശ്വാസം ഇപ്പം തീർന്നതിന് എൻ്റെ പൊന്നെ. ഏതായാലും നമ്മൾ പിന്നെയും കടലിൽ ചാടിയിട്ടുണ്ട്. ചില മീൻ പിടിച്ച് അതിൻ്റെ എല്ല് കിട്ടുവാണെങ്കിൽ നമ്മുടെ പട്ടിക്ക് കൊടുത്ത് ടീം ചെയ്യാമല്ലോ. ഏതായാലും മിക്കവാറും ഞാൻ ഇപ്പം തന്നെ ചാകുന്നതൊന്നേ. ബബിൾസ് തീരാറായിട്ടുണ്ട്. വാടേ, മൊബൈലാകാൻ ഇച്ചിരി ഞെക്കാനും പാടാം. പുറകെ മറ്റേ സാധനം ഉണ്ടെന്ന് തോന്നി. ഡ്രൗണ് ഭാഗിച്ചത്തില്ല. പട്ടിയൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് പട്ടീനെ പിന്നെ എപ്പോഴെങ്കിലും വന്ന് സുരക്ഷാ പ്രവർത്തനമൊക്കെ നടത്താം. ഇപ്പം ചത്തേന് എൻ്റെ പൊന്നി. മിക്കവാറും ഇന്ന് തന്നെ ഞാൻ ഹാർഡ് കോർ സീരീസ് നിർത്തേണ്ട വന്നേനെ. ചത്തില്ലെന്നേ ഉള്ളൂ എൻ്റെ പൊന്നി. ഇപ്പം ഞാൻ ചത്തേനെ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സംസാരത്തിൽ ഇച്ചിരി കുഴപ്പമുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഞാനത് പരിഹരിച്ചോളാം. നിങ്ങൾ എന്നൊക്കെ മാറ്റേണ്ടതെന്ന് പറഞ്ഞു തന്നാൽ മതി. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അതുവരെയും ബൈ.